എപ്പണീറ്റ് വന്നപ്പോ 1:30 അതെന്താ മെജോനെ കൊണ്ടുപോയി നേരെ പള്ളിയിലേക്ക് പോയാ? കള്ളും കുടിച്ചോണ്ട് ആരാലും പള്ളി പോവും. എന്താ പള്ളിയിൽ പോയാല് കള്ളും കുടിച്ചോണ്ടാ? എടാ അതെ, ഇന്നലെ വരുന്ന വഴിക്ക് പടക്ക സീനായിരുന്നു. പടക്ക സീനാ? അത് നോക്കണ്ട, അത് വരെ അപസ്മാരം നമ്മുടെ ജിബിറ്റില്ലേ, ജിബിറ്റിന് അവന്മാർ കീരപ്പള്ളിക്കാര് പിള്ളേരുണ്ടല്ലോ ഇടിച്ച് കാണെ കിടത്തി. ഇന്നലെ ആകെ അലമ്പായിട്ട് വന്നേക്കണേ. എന്നിട്ട് നീ എന്ത് വിളിക്കാഞ്ഞേ? നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാൻ കുട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞേ. കുട്ടനെ വിളിച്ച കാര്യം? എന്നിട്ട് അവനെന്ത്? അവിടെ കിടപ്പിട്ട് നമുക്കൊന്ന് പോയി നോക്കണ്ടേ? അതേ നോക്കാം. ഇതൊന്ന് മാറ്റി പിടിച്ച് അങ്ങോട്ട് കൊണ്ട് വെച്ചേക്ക്. അച്ഛൻ ഇപ്പൊ വരാട്ടാ. എങ്ങോട്ട് പോണ്? അല്ല ഇപ്പൊ വരാന്ന്. വർഗീസിന്റെ വയറ് പറഞ്ഞല്ല, ശ്വാസം വിട്ടാണ്. ഇപ്പൊ നന്നായിട്ട് പറഞ്ഞു. എന്താടാ കണ്ണു കാണാ നീ? ഇന്ന് അവധിയാണ്, സാധനം വാങ്ങിച്ചാ സെറ്റാണ്. വാങ്ങിച്ചാ നിനക്ക് കൊള്ളാം. അവനെന്ത് കൊള്ളാൻ? എടാ നിന്റെ അപ്പനെ വല്ല ജിമ്മിലും പോക്കൂടെ? ട്രെയിനറായിട്ട് പോയാൽ മതി. മതി, നിർത്തിക്കോട്ടാ. അപ്പനോച്ചനവന്റെ കാര്യം പറയുമ്പോ നീ വേഗത്തിൽ നടക്കണ എന്താണ്? നിന്റെ വാളുകൊണ്ട് കൊണ്ടിട്ട് വായ കീറൂ. ഗോകുലേ, പാചകക്കാര് വന്നാ? ഇപ്പൊ വരുന്നേ. അവനെന്ത് ചേച്ചി? അവൻ എണീറ്റിട്ടില്ല. ആകു എണീറ്റിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, അവൻ എണീക്കാൻ പറ്റില്ല. ഇനി അവന്മാര് എപ്പ വന്നിട്ട് വേവിച്ച് പറക്കി വെക്കാനാ? ഇന്നലെ ശരിക്കും കിട്ടിയാ? കണ്ട, എണീക്കാൻ പറ്റില്ല. ചേച്ചിയെ കുറച്ച് കഷായം ഉണ്ടെങ്കിൽ എടുത്തോട്ടാ. പതുക്കെ പതുക്കെ. കഷായം ഇവനോട് വാങ്ങിയാ വന്നേക്കണം. പിന്നെ പക്ഷെ ഞാൻ അങ്ങനെയല്ലോ കേട്ടെ. ഇന്നലെ ഞാനില്ലേ കാണായിരുന്നു. ഇന്നിപ്പോ ഇവിടെ നല്ല കറുത്ത ക്രിസ്മസ് ആയിരുന്നു. ഇന്നലെ നടന്നല്ലോ ഓർമ്മ ഉണ്ട് എനിക്ക് ഓർമ്മ ഇല്ലാണ്ട് ഭാഗ്യം. പിന്നെ എടാ അതെ, ഒരുപാട് ഒരുമിച്ച് വന്നാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? അത് പിന്നെ ആൾക്കാർ മൈക്ക് വെച്ച് അനൗൺസ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണല്ലോ നിന്നെ ഒന്ന് ഇടിക്കാൻ വേണ്ടി വരണത്. ഒന്ന് പോടർക്കാം, നീ പറയടാ. രാവിലെ തന്നെ വന്നേക്കണ ഒരു വരെ വേഷം കിട്ടി പറയാം. ഒന്ന് എന്റെ പോയടാ. അതെ, നിന്നെ ഞാനല്ലേ വന്ന് രക്ഷിച്ചേ. രക്ഷക ഒന്ന് പോയി തരാമോ? ഞാനെന്നാ പോയേക്കാം. രക്ഷകൻ എങ്ങടാ പോണേ? രക്ഷക നിന്റെ അപ്പ എവിടെ പോണ്? ഇപ്പൊ മീൻ പിടിക്കാൻ വളർത്തിട്ടാക്കണ്ടേ? ഞാനും പോണട്ടാ. എടാ ഓട്ടോയിൽ കൊണ്ട് വരലേട്ടാ. ഓട്ടിനത്തെ വലയുണ്ട്. ഇവൻ ഏതാടാ? ഓടപ്പേട്ടെ പേട്ടിരുന്നേ പത്രം വായിക്കണ. എടാ നീ വരൂലേ? പിന്നെ ജോർജേട്ടാ വന്നേക്കണേ. മധുവേ, ജോർജേട്ടോ രാവിലെ തന്നെ അരിവെപ്പാണല്ലേ? അരിവെച്ച് ഇന്ന് നമ്മൾ അയൽക്കാർക്കിട്ട് വെക്കുവാ. എന്റെ പൊന്ന് ജോർജേട്ടാ, നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ? ഈ വഴിയൊന്ന് കോൺക്രീറ്റ് ചെയ്യാൻ പാടില്ലേ? ചെയ്ത പണിയുടെ ബില്ല് ഇതുവരെ പാസ്സായിട്ടില്ല. പോയി പല്ലിയൊക്കെ കുളിക്കല്ലോ ചെയ്യടാ. നേരെ ഉച്ചയായി. അമ്മേ പുട്ട് വെച്ചാ പല്ലി കഴിക്കുന്നേ. നിങ്ങക്ക് വായിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ എന്തിനാ പത്രം വരുത്തണത്? വർഗീസേട്ടോ, മണി 10 നിർത്താറായില്ലേ? കൂട്ടാ, നമ്മളെ വർഗീസേട്ടന്റെ ഗ്ലാമറിന്റെ രഹസ്യം എന്താണെന്ന് അറിയാമോ? ഈ കസറത്താണ്. ആ കൊച്ചിനെ വിളിച്ചെണീപ്പിച്ച് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണേ. എന്താണ് ചവിട്ടുകാടും? വർഗീസേട്ടാ, ഞാൻ പപ്പനാവൻ ഡ്യൂട്ടി കാണണം. പിന്നെ വൈകുന്നേരം ചെറുതുറണം വാങ്ങണ്ടേ? അതിനാ നമ്മൾ വാങ്ങണത്. ആ ഗോകുല് നേരത്തെ പറഞ്ഞിട്ട് പോയി കേട്ടില്ലേ? ആരെങ്കിലും വാങ്ങ്, ഞാൻ അടിക്കാൻ കൂടാ. വെള്ളം ചൂടാക്കിയാ എടജി വിറ്റേ ഇന്ന് മീൻ്റെ കാര്യം സെറ്റാക്കിയല്ല നമുക്ക്. നീ അവിടെ പോയി അടുത്തിടി അടിക്കാനുള്ള പരിപാടിയാണോ? അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ നല്ല മല മുറിച്ചെന്ന്. ഇപ്പൊ എന്താ പേടിയാവണ്ട? എന്തിനാ പേടിക്കണത്? നമുക്ക് പോവാ. ഉച്ചണ്ട് പോയ പോരെ? എപ്പാ? ഉച്ചണ്ട് പോവാന്ന്. ആലു പാലെടുക്കാൻ പോയിട്ടുണ്ട്. മാട്ടെ. അവിടെ കഴുകല്ലേ, അതിന്റെ പൈപ്പ് താഴ്ത്ത് പൊട്ടിയിരിക്കുന്നു. അമ്മക്ക് ഗ്യാസിൽ വെച്ചാ പോരെ, അടുപ്പിൽ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഗ്യാസ് ഈ അടപ്പിൽ വെച്ച് ഉണ്ടാക്കണ രുചിയൊന്നും ഗ്യാസിൽ വെച്ച് ഉണ്ടാവൂലടി. സൂപ്പർ ആണോ? നോക്കേ എങ്ങനെയുണ്ട്? ഉപ്പില്ലേ? ഉപ്പൊക്കെ മതി. പൈപ്പ് തുറക്കല്ലേ. ബീനേ, അനി വന്നേ മോളെ. കോഴി തണിയാരല്ലേ കറിയിക്കണം. പോയോ ബീനേ? ആനി ഇങ്ങ വന്ന്. എന്തേച്ചി? ഇത്തിരി കറിയാ ചൂടുണ്ടേ.
ഞാൻ അതിന് തോരനെടുക്കട്ടെ. വേണ്ട, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ. നീ ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ടാവില്ലെന്നറിയാം. അതാ ഇല്ല, ഞാനൊന്നും വാങ്ങിച്ചില്ല. ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കി. പിന്നെ അമ്മ ഇല്ലാത്തോണ്ട് ഈ കൊല്ലം ഇങ്ങനെ പോട്ടെ എന്ന് വെച്ചു. ആകോ വന്ന് ചോറ് കഴിക്കാൻ നോക്ക്. ഞാൻ അപ്പുറത്തുനിന്ന് കറിക്കാം. അപ്പുറം ചേച്ചി നമ്മളെപ്പോഴാ പോണേ? ഒരു 5 മണിക്ക് പോവാടി. ഓ, ഞാൻ അവളെ വിളിച്ചേച്ചും വരാം. ആകോ ഇനി ഞാൻ വിളിക്കില്ല കേട്ടോ. കൊള്ളാല്ലേ വീരേ? ഇതെങ്ങനെയുണ്ട്? ആ, ഇത് കൊള്ളാല. ഇതും കൊള്ളാല്ല. ഇത് മതി ചേച്ചി. വാ, ശരി, നടക്കൂടെ? ഇത് മതിയാ? ഇത് ധാരാളം. മതിയില്ലേ? ഇതുണ്ട്, അതും അത് മതി. അവളെ ഇത് 2 കവറിലാക്കിട്ടോ. ഇതിൽ നല്ലത് ഗോതമ്പ് ഉരുട്ടിയതാണ്, പെട്ടെന്ന് മീൻ കൊട്ടും. ഇതെപ്പോ അതെപ്പോഴേലും പറ്റട്ടെ. ഈ വലിയാക അലമ്പായി കിടക്കാനുള്ളത്. ഗോകുലേ, ആ. നാളെ നിന്റെ പേര് താമസമല്ലേ? ആ, നിനക്കിവിടെ പണിയൊന്നുമില്ലേ? ഇവനോടെ ഉണ്ടെങ്കിലേ ഇവന്റെ അച്ഛനാണ് പണി. അയ്യോ, നല്ല വളിച്ച കോമഡി. എടാ ഗോകുലേ, ആ, നിന്റെ അച്ഛൻ നിന്നെ താക്കോൽ കൂട്ടം കൊണ്ട് നടക്കണ അങ്ങനെയൊക്കെയുള്ള അവസ്കാരം കൂട്ടാ. ശരിക്കും ഉണ്ടാ ഈ നിന്റെ ചിരി കണ്ടതൊന്നും നിനക്ക് പറ്റില്ല. പോടാ പോടാ. എന്ത് പോടാന്ന് എന്താണിത്? അവന്മാരാ? എന്തിയായി എന്താണ് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പാടില്ലേ? കിടങ്ങൂറുകാരെ ഇവിടുത്തെ മീൻ പിടിക്കണ്ട. എങ്കിൽ ഞങ്ങള് പിടിച്ചിട്ടേ പോളൂ. എടാ ടോമേ, ഇവന്മാര് പിടിച്ചിട്ടേ പോളൂ. എന്നാ പിടിക്കടാ. അത് അവരുടെ മോട്ടറാ മണ്ട. എന്ത് പോടാന്ന്? ഹലോ ഹലോ, തോമസ് ചേട്ടാ. ഞങ്ങളൊന്നും ഉമ്മാരാണ്. നിന്റെ പിള്ളേർ മാറിയില്ലേ? അതെ, ഇവിടെ കിടന്ന ആളവന്നൊക്കെ പോണം. ഞങ്ങളുടെ നീ എടുക്ക്. മിണ്ടാരടാ, നിനക്കൊക്കെ എന്താടാ? അത് ഞാൻ ഉമ്മാരുടെ പ്രശ്നം ഉണ്ടാക്കി ഞങ്ങളൊന്നുമല്ല. ഇന്നലെ രാത്രി അവന്മാരാണ്. ആണോ? ഇനിയിപ്പോ എന്താ പരിപാടി? മീൻ പിടിച്ചിട്ടേ പോകുന്നുള്ളൂ. ഗോകുലെ, ഇനി എന്നെ വിളിയേട്ടാ, ഞാൻ വരാം ഏട്ടാ. താൻ പോളൂ. ഇത്രയുള്ളൂ, നിനക്കൊക്കെ ഇത്ര മതി. ഓ പിന്നെ കുട്ടൻ എന്തിടാ? അവൻ നന്നായോ? കുട്ടൻ നന്നാവണ നന്നായി. ദേ ഇവന്റെ തന്തടൊപ്പം പോയിക്കണ്, പരീസന്റെ ഒപ്പം. അതെ, ഇനി അവന്മാരെ എവിടെ വെച്ചോണ്ടല്ലോ പരിപാടി തീർക്കണോട്ടാ. പരിപാടി തീർക്കും, കൊറേ തീർക്കും. ഞാൻ കണ്ടു. എന്ത് കണ്ടെന്ന് ഞാനാണ് അവന്മാർക്ക് 2 പൊട്ടിച്ചറിയാമോ? നോ ഡയലോഗ്. ഇനി അവന്മാരുടെ തല്ലുകൊണ്ട് ഇവിടെ വന്ന് അരി വറക്കാൻ നിന്ന പോടാ. അരി വറുക്കണം, ചായ കാച്ചണം, അത് കുടിക്കണം, കിടന്നുറങ്ങണം. അരി വറുക്കണം, ചായ കാച്ചണം, അത് കുടിക്കണം. നിർത്തി മതി മതി. ഒച്ച ഉണ്ടാക്കല. അപ്പനുണ്ട് ഇവിടെ. എടാ ആകെയുള്ള ഒരു പെരത്താമസല്ലേ, നിന്റെ അപ്പനടുത്ത് പോയി പണി നോക്കാൻ പറ. എടാ, നിന്റെ അപ്പന്റെ ഞാൻ എന്റെ അപ്പന്റെ പറഞ്ഞു. നിന്റെ അപ്പന്മാരെ കൊണ്ട് കുഴിച്ചു മൂട. കൊള്ളാം.